നമ്മൾ അതിരടി മൂവി ഞാൻ കണ്ട് കോഴിക്കോട് വെച്ചിട്ട് ഭയങ്കര പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിരടി ഒരു ആവറേജ് ഫിലിമാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചിങ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അതൊരു കഥ ഒരു കോളേജ് ലൈഫ് ഉള്ളവർക്കും ഒരു ഫെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്തവർക്കും റിലേറ്റ് ആവണ ഒരു നോർമൽ കഥ മാത്രമാണ്. ഭയങ്കര റിയലിസ്റ്റിക്കോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രൊമോഷൻസും അതുപോലെ റിവ്യൂസും കണ്ട് ഫിലിം അങ്ങനെ എങ്ങനെയെന്നൊക്കെ അങ്ങനെ പറയാൻ മാത്രം ഒന്നും ആ ഫിലിമിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ മോശം എന്നൊന്നുമില്ല. ഫിലിം ഒരു ആവറേജ് ഫിലിമാണ്, ഒരു പ്രാവശ്യം കാണാം, OTT-യിലായാലും കാണാം. അത്യാവശ്യം തമാശ ഉണ്ട്, ജസ്റ്റ് നമുക്കൊന്നും അങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടൊവിനോൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ ബേസിലിൻ്റെതൊക്കെ ആണെങ്കിലും അഭിനയം, അതുപോലെ യെല്ലോ BMW ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇപ്പോൾ ഫിലിം കാണാത്തവർക്ക് അത് സ്പോയിലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അതുപോലെ സിനിമാറ്റോഗ്രാഫി മാത്രമല്ല FPV ചില ഷോട്ടുകളുണ്ട് ഡ്രോണിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് പല സംഭവങ്ങളും. അതുപോലെ പാട്ട്, ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കൊന്നും റിലേറ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പുസ്തക പ്രകാശത്തിൻ്റെ കാര്യവും അതുപോലെ ഇമോഷണലായിട്ടുള്ള ചെറിയ ചില സംഭവങ്ങളുമുണ്ട്. അതൊക്കെ ഒരു ഫീൽ ഗുഡ് നമുക്ക് കിട്ടും ലാസ്റ്റൊക്കെ എത്തുമ്പോൾ. പക്ഷേ ഒരു ഓവർ എക്സൈറ്റഡോ ഭയങ്കര സംഭവമായിട്ടോ ആ ഫിലിമിലൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണാം, നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു ഫിലിം കണ്ടാലോ എന്ന് തോന്നുമ്പോൾ പോയി കാണാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കത് OTT-ന്ന് കാണാം. അതിരടി അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ അതിന് വന്നതെന്നും അത് ഭയങ്കര ഹൈപ്പ് കാണിച്ചെന്നുള്ളതൊക്കെ അറിയില്ല. അതിന് മാത്രമുള്ളതൊന്നും അതിരടിയിലില്ല. അത്രയേ ഉള്ളൂ.